ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കലാ, കായികം, സംസ്കാരം, സാഹിത്യം എന്നുള്ളതാണ്. LDC നമുക്കറിയാം 2024 7 ഘട്ടങ്ങളിലായിട്ടാണ് LDCയുടെ മെയിൻ എക്സാം നടത്തിക്കൊണ്ടിരുന്നത്. അതിലിപ്പോൾ 6 ഘട്ടങ്ങൾ കഴിഞ്ഞു. അതേപോലെ തന്നെ ഇന്നലെ 8-ാം തീയതി നമുക്കൊരു LDCയുടെ സിലബസിലുള്ള ഒരു മെയിൻസ് എക്സാം, അസിസ്റ്റന്റ് ഗ്രേഡ് 2-ന്റെ ഒരു മെയിൻസ് എക്സാം കൂടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് 7 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഈ കലാ, കായികം, സംസ്കാരം ഈ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കറിയാം ഇടുക്കിയിലും അതേപോലെ മലപ്പുറത്തിനും ഒക്ടോബർ 19 എക്സാം ഉണ്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് 10th പ്രിലിംസിന്റെ അത് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ് അപ്പുക്കിളി എന്നാ ചോദിച്ചിരിക്കുന്നത്. ഏത് കൃതിയിലേതാണ് അപ്പുക്കിളി എന്ന് പറയുന്നത്? ഖസാക്കിന്റെ ഇതിഹാസം, OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസത്തിലെ കഥാപാത്രമാണ് അപ്പുക്കിളി. പിന്നെ ആരാണ്? മൈമുന, അതേപോലെ തന്നെ മൈമുന, അതേപോലെ രവി, പിന്നെയുള്ളതാണ് അള്ളാപ്പിച്ച മൊല്ലാക്ക. ഈ അള്ളാപ്പിച്ച മൊല്ലാക്കയാണ് കഴിഞ്ഞ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് ചോദിച്ചത്. 2022 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് ചോദിച്ചത് ഈ അള്ളാപ്പിച്ച മൊല്ലാക്ക ഏത് കൃതിയിലെ കഥാപാത്രമാണെന്നാണ്. അപ്പൊ OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസത്തിലെ പ്രധാന കഥാപാത്രങ്ങളാണ് അപ്പുക്കിളി, മൈമുന, അതേപോലെ അള്ളാപ്പിച്ച മൊല്ലാക്ക. ഇത് മൂന്നും പഠിച്ചു വെക്കാം. നെക്സ്റ്റ് നോക്കാം നമുക്ക്. മല്ലനും മാരയും എവിടെയാണ്? നെല്ല്. P. വത്സലയുടെ നെല്ലിലെ പ്രധാന കഥാപാത്രങ്ങളാണ് മല്ലനും മാരയും. അതേപോലെ KR മീരയുടെ ആരാച്ചാറിലെ പ്രധാന കഥാപാത്രം ഏതാണ്? ചേതന. റിപ്പീറ്റഡ് ആണ്, ഒത്തിരി തവണ PSC ചോദിച്ചിട്ടുണ്ട്. ചേതന എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? അല്ലെങ്കിൽ KR മീരയുടെ ആരാച്ചാറിലെ പ്രധാന കഥാപാത്രം ഏതെന്നൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത് PYQ ആണ്. അതേപോലെ ഉപലേന്ദു ചാറ്റർജി ആൽഫ, TD രാമകൃഷ്ണന്റെ ആൽഫ എന്ന് പറയുന്ന നോവലിലെ കഥാപാത്രമാണ് ഉപലേന്ദു ചാറ്റർജി. ഈ കഴിഞ്ഞ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർക്ക് ചോദിച്ചതാണിത്. അതേപോലെ കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് KV മോഹൻകുമാറിന്റെ ഉഷരാശി എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രങ്ങൾ ഏതെന്നും പറഞ്ഞ് ഇതേപോലെ അപരാജിത, ദിശ, നിരഞ്ജൻ, അങ്ങനെ 3 വീതമുള്ള ഒരു സെറ്റ് ആയിട്ടാണ് തന്നിരുന്നത്. അപ്പൊ ഏതാണ്? അപരാജിത, ദിശ, നിരഞ്ജൻ എന്നിവയാണ് ഉഷ്ണരാശി KV മോഹൻകുമാറിന്റെ കൃതിയിലെ കഥാപാത്രങ്ങൾ. MTയുടെ അസുരവിത്തിലെ പ്രധാന കഥാപാത്രമാണ് ഗോവിന്ദൻകുട്ടി. അതേപോലെ ഓടയിൽ നിന്ന് P. കേശവദേവന്റെ പപ്പുവിന്റെയും ലക്ഷ്മിയുടെയും കഥയൊക്കെ നമ്മൾ പഠിച്ചാണ് അല്ലെ. അപ്പൊ P. കേശവദേവന്റെ ഓടയിൽ നിന്നിലെ പ്രധാന കഥാപാത്രങ്ങളാണ് പപ്പുവും ലക്ഷ്മിയും. MTയുടെ ഇരുട്ടിന്റെ ആത്മാവിലെ പ്രധാന കഥാപാത്രമാരാണ് ഭ്രാന്തൻ വേലായുധൻ ഇരുട്ടിന്റെ ആത്മാവ് MT. അതേപോലെ വൈത്തിപ്പട്ടർ ശാരദ, O. ചന്തുമേനോന്റെ ശാരദയിലെ പ്രധാന കഥാപാത്രമാണ് ആര്? വൈത്തിപ്പട്ടർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത്? ഏത് രംഗത്താണ്? അത് നമുക്കറിയാം, സർക്കസ് ആണ് കീലേരി കുഞ്ഞിക്കണ്ണൻ. സർക്കസുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് ആര്? കുഞ്ഞനന്തൻ നായർ. P. കുഞ്ഞനന്തൻ നായരാണ് തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ. നോക്കാം നമുക്ക്. ഇടമറുക് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇടമറുക് TC ജോസഫ് ആണ്. വിലാസിനി ആരാണ്? MK മേനോനാണ് വിലാസിനി. അതേപോലെ തന്നെ ആനന്ദ് ആരാണ്? P. സച്ചിദാനന്ദനെയാണ് ആനന്ദൻ എന്നറിയപ്പെടുന്നത്. അതേപോലെ ഒളപ്പം മണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടാണ്. കോവിലൻ ആരാണ്? VV അയ്യപ്പന്റെ തൂലികാനാമമാണ് കോവിലൻ. അതേപോലെ KK അയ്യപ്പൻ പിള്ളയുടെ തൂലികാനാമമാണ് അഭയദേവ്. അപ്പൊ അഭയദേവ് എന്നറിയപ്പെടുന്ന ആരാണ്? KK അയ്യപ്പൻ പിള്ള. കാക്കനാടൻ ആരാണ്? ജോർജ് വർഗീസ് ആണ് കാക്കനാടൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാലിലെ വെണ്ണ പോൽ ബൈതാക്കി ചൊല്ലുന്നേൻ ഭാഗ്യമുള്ളോർ ഇതിനെ പഠിച്ചോവർ ഏത് കൃതിയിലെ വരികളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണത്? മുഹയുദ്ദീൻ മാലയായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കുറച്ച് വരികൾ നോക്കാം. അമ്പിളി ചിരിക്കും മാനത്ത്, തുമ്പ ചിരിക്കും താഴത്ത്. ഈ വരികൾ ആരാണ് എഴുതിയെന്ന ഇതെല്ലാം PYQs ആണ്. ഇതാരാണ്? ONV കുറുപ്പിന്റെയാണ് ഈ തന്നിരിക്കുന്ന വരികൾ എന്ന് പറയുന്നത്. അതേപോലെ കപടലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണൻ പരാജയം. ഇത് ആരുടെ വരികളാണെന്ന് ചോദിച്ചാൽ ആരാണ്? അത് ഓപ്ഷൻ D, ചങ്ങമ്പുഴയുടെ വരികളാണ്. കപടലോകത്തിൽ എന്നുടെ ഇത് 2023 വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്ഷീരമുള്ളൊരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നതാണ്, ഒത്തിരി തവണ നമ്മൾ കേൾക്കുന്നൊരു ഇതാണ്. ഏതാണ്? കുഞ്ചൻ നമ്പ്യാരുടേതാണ് ഈ ഒരു വരികൾ. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. നോക്കിക്കേ, ഇത് ആരുടേതായിരുന്നു? ഇത് നമ്മുടെ ദിവാസ്വപ്നം എന്ന വള്ളത്തോളിന്റെ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. വള്ളത്തോളിന്റെ ഏത് കവിതയിൽ നിന്നാണ്? അത് ദിവാസ്വപ്നം എന്ന കവിതയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അത് തിരിച്ചും മറിച്ചും ചോദിക്കാം. ഈ ഒരു വരികൾ ആരുടേതാണെന്ന് ചോദിക്കാം, അത് ആരുടേതാണ്? വള്ളത്തോളിന്റേതാണ്. അല്ലെങ്കിൽ ദിവാസ്വപ്നം എന്ന കൃതി ആരുടേതാണെന്ന് ചോദിക്കാം, അത് എന്താണ്? വള്ളത്തോൾ വരും ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വരിക വരിക സഹചരേ നമ്മൾ ഒത്തിരി നമുക്കറിയാവുന്നതാണ് അല്ലെ. ആരാണ്? അംശി നാരായണ പിള്ളയുടേതാണ് വരിക വരിക സഹചരേ എന്ന കൃതി.
ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എസ് കെ പൊറ്റക്കാടിന്റെ രചന. ജ്ഞാനപീഠ പുരസ്കാരമാണ്, എസ് കെ പൊറ്റക്കാടാണ്. ഏതാണ്? ഒരു ദേശത്തിന്റെ കഥയൊക്കെയാണ് എസ് കെ പൊറ്റക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ഏത് വർഷമാണ്? 1980 എസ് കെ പൊറ്റക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. ഏത് വർഷമാണ് ജി ശങ്കരക്കുറുപ്പിന് ലഭിക്കുന്നത്? ജി ശങ്കരക്കുറുപ്പ് ഏത് വർഷമാണ്? 1965. അതേപോലെ തന്നെ എസ് കെ പൊറ്റക്കാടിന് 1980. അടുത്തത് ആരായിരുന്നു? തകഴി. തകഴിക്ക് ഏത് വർഷമായിരുന്നു? 1984 തകഴിക്ക് കിട്ടുന്നത്. അതേപോലെ എം ടിക്ക് ആകുമ്പോൾ 1995. അതേപോലെ ഒ എൻ വിക്ക് ആണെങ്കിലോ ഒ എൻ വിക്ക് 2007 ഒ എൻ വിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. അവസാനം ലഭിച്ചത് ആർക്കാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ഏത് വർഷമായിരുന്നു? 2019. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കണം. അതേപോലെ അക്കിത്തത്തിന്റെ ഒരു കുട്ടികൾക്കായുള്ള ഒരു നാടകം ഉണ്ടായിരുന്നു, അതൊന്ന് പഠിച്ചു വെക്കുക. ഈ ഏട്ടത്തി നുണയെ പറയൂ എന്ന് പറയുന്ന ഒരു കുട്ടികൾക്കായുള്ള അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ ഒരു നാടകമാണ് ഈ ഏട്ടത്തി നുണയെ പറയൂ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരമായിരുന്നു ആര്? ആർ പ്രഗ്യാനന്ദയായിരുന്നു 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യനായിരുന്ന മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം ഏതാണ് കൂത്തിന് ഉപയോഗിക്കുന്നത്? അത് മിഴാവാണ്. കൂത്തിനും കൂടിയാട്ടത്തിനും ഒക്കെ മിഴാവാണ്. അതേപോലെ ഈ കൂത്തിനെ ലഘൂകരിച്ച ക്ഷേത്രകലയെ അറിയപ്പെടുന്ന പേരെന്താണെന്നറിയാവോ? അതാണ് പാടകം. കൂത്തിനെ ലഘൂകരിച്ച ക്ഷേത്രകലയുടെ പേരാണ് പാടകം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1923 രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിന്റെ കർത്താവ്. ഭൂതരായർ ആരുടേതായിരുന്നു? രാമവർമ്മ അപ്പൻ തമ്പുരാന്റേതാണ് ഭൂതരായർ രാമവർമ്മ അപ്പൻ തമ്പുരാൻ. അതേപോലെ നമുക്ക് പഠിക്കേണ്ട കുറച്ച് നോവലുകളാണ് പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടുള്ളത്. പുന്നപ്ര വയലാർ സമരം. ഓക്കെ, പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട് പി കേശവദേവ് എഴുതിയ നോവലിന്റെ പേരെന്താണെന്നറിയോ? പി കേശവദേവ് എഴുതിയ നോവലിന്റെ പേരാണെന്ത്? ഉലക്ക പി കേശവദേവിന്റേതാണ്. അതേപോലെ കെ വി മോഹൻകുമാറിന്റെ ഉഷ്ണരാശി നമ്മളിപ്പോ അവരുടെ കഥാപാത്രങ്ങളിൽ പഠിച്ചാണ് അല്ലെ. കെ വി മോഹൻകുമാർ ഏതാണ്? ഉഷ്ണരാശി. ഇതും എന്താണ്? നമ്മുടെ പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. ആരൊക്കെയായിരുന്നു ഉഷ്ണരാശിയിലെ കഥാപാത്രങ്ങൾ? അപരാജിത, അതേപോലെ ആരായിരുന്നു? ദിശ, നിരഞ്ജനൊക്കെ ഉഷ്ണരാശിയിലെ കഥാപാത്രങ്ങളായിരുന്നു. പിന്നെയുള്ളത് തകഴിയാണ്. തകഴിയുടെ നോവലാണ് എന്ത്? തലയോട് എന്ന് പറയുന്നതും എന്താണ്? പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെട്ടത്ത് സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? വെട്ടത്ത് സമ്പ്രദായം ഏതാണ്? കഥകളിയുമായി ബന്ധപ്പെട്ടതാണ് വെട്ടത്തു സമ്പ്രദായം. അതേപോലെ കപ്ലിങ്ങാട് സമ്പ്രദായം, കല്ലുവഴി സമ്പ്രദായം എന്നൊക്കെ പറയുന്ന കഥകളിയുമായി ബന്ധപ്പെട്ടതാണ്. എന്നാണ് ദേശീയ കഥകളി ദിനം? ഒക്ടോബർ 16. ഒക്ടോബർ 19 നമ്മുടെ അടുത്ത LDCയുടെ എക്സാം വരുന്നത്. ഒക്ടോബർ 16 എന്ത് വരുന്നത്? ദേശീയ കഥകളി ദിനം. അതായത് നമ്മുടെ വള്ളത്തോൾ നാരായണ മേനോൻ അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഈ ഒക്ടോബർ 16 എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ദേശീയ കഥകളി ദിനമായിട്ട് ആചരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മഹാകവി പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയത് ആരാണ്? ആറ്റൂർ രവിവർമ്മയാണ് മേഘരൂപൻ എന്ന കവിത എഴുതിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം ഏത് വർഷമായിരുന്നു? 1973 കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേടുന്നത്. കേരളം ഇതുവരെ 7 തവണയാണ് സന്തോഷ് ട്രോഫി നേടിയിരിക്കുന്നത്. ഏതൊക്കെയാണോ? 1973 അതിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു TKS മണി. അത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. പിന്നെ ഉള്ളത് 1992 നേടിയിട്ടുണ്ട്. അതേപോലെ 1993 നേടി. പിന്നെയുള്ളത് 2001 പിന്നെ 2004 ലഭിച്ചു. പിന്നെയുള്ളത് 2018. അവസാനമായിട്ട് 2022 വരെ കേരളത്തിന് സന്തോഷ് ട്രോഫി ലഭിച്ചിട്ടുണ്ട്. അപ്പൊ നിലവിൽ 7 തവണയാണ് കേരളത്തിന് സന്തോഷ് ട്രോഫി ലഭിച്ചത്. ഇനി നമ്മൾ അറിയുക 2022-23 വർഷത്തിൽ ആരായിരുന്നു? നമ്മുടെ കർണാടക. 23 ആരായിരുന്നു? കർണാടക. അതേപോലെ 23-24 വർഷം വരുമ്പോഴേക്കും ആരാണ്? നമ്മുടെ സർവീസസ് ആയിരുന്നു വിജയികൾ. ആരെയായിരുന്നു? ഗോവയെ പരാജയപ്പെടുത്തി സർവീസസ് ആയിരുന്നു. അതിന്റെ വേദി എന്ന് പറയുന്നത് ഹൈദരാബാദുമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 അണ്ടർ 17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്.
അപ്പൊ 2023 അണ്ടർ 17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഇന്തോനേഷ്യ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് പ്രിയ ASനാണ്. ഏതായിരുന്നു? പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന് പറയുന്നത് 2018 പ്രളയത്തെ ആസ്പദമാക്കി പ്രിയ AS എഴുതിയ ഒരു കൃതിയായിരുന്നു എന്താ? പെരുമഴയത്തെ കുഞ്ഞിതളുകൾ. അതിനാണ് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അപ്പൊ ആർക്കാണ്? പ്രിയ ASനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് ചേരുംപടി ചേർക്കാനായിരുന്നു. ഇങ്ങനത്തെ ക്വസ്റ്റൻ ഒക്കെ വരുമ്പോഴേക്കും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് ഏതെങ്കിലും ഒന്ന് അറിയാവോ എന്ന് നോക്കോ, അല്ലെങ്കിൽ അറിയില്ലെങ്കിൽ ജസ്റ്റ് അങ്ങ് സ്കിപ്പ് ചെയ്തേക്കാം, നെഗറ്റീവ് അടിക്കാൻ നിൽക്കരുത്. ഓക്കെ, ഇതിന്റെ ആൻസർ വരുന്നത് A ആയിരുന്നു. അതായത് മിടുക്കർ കൈ രണ്ടും ചേർത്ത് കൊട്ടിയാൽ, ഇതെന്ന് പറയുന്നത് 4ാമത്തത് PN ഗോപികൃഷ്ണന്റെയാണ്. അതേപോലെ അറ്റമില്ലാതെഴുന്ന ഭൂമിക്കുമേൽ, അത് വരുന്നത് അനിത തമ്പിയുടേതാണ്. അതേപോലെ റെയിൽ വക്കത്ത് നിന്നോ, അത് വരുന്നത് P രാമന്റേതാണ്. പിന്നെ വരുന്നത് ഇങ്ങനെയായിരുന്നു തന്നിരുന്നത്, ആൻസർ തന്നിരുന്നത് PSC. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരാസ്വയംവരം, കീചകവധം, ദക്ഷയാഗം, ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കേട്ടിരിക്കുന്നത്. അപ്പൊ ആൻസർ ഏതാണ്? തോരണ യുദ്ധം. ഇതാണ് ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തത്. നെക്സ്റ്റ് നോക്കിക്കേ, ഇറോണിമസ്. ഇതും എന്താണ്? ഇച്ചിരി കൺഫ്യൂഷൻ വരുന്നായിരുന്നു. കാര്യം ഈ തന്നിരിക്കുന്ന എല്ലാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറെ, നമ്മൾ പണ്ടത്തെ കുറെ കൃതികളും അവരുടെ കഥാപാത്രങ്ങളും അവരുടെ അങ്ങനെ പഠിച്ചു വെച്ചിട്ട്, പക്ഷെ ഇതെല്ലാം എന്തായിരുന്നു? പുതിയ ആൾക്കാരുടേതായിരുന്നു. ഇറോണിമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കരിക്കോട്ടക്കരി എന്ന പുസ്തകത്തിലേതാണ്. കരിക്കോട്ടക്കരി എന്ന് പറഞ്ഞാൽ ആരുടേതാണ്? വിനയ് തോമസ് എന്ന് പറയുന്ന ഒരു വിനയ് തോമസിന്റെ ഇറോണിമസ് എന്ന് പറയുന്ന ഒരു ബാലനാണ്. ആ ഒരു ബാലന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പോകുന്ന ഒരു കഥയാണ് ഈ കരിക്കോട്ടക്കരി എന്ന് പറയുന്നത്. അതായത് ആ ഒരു ബാലൻ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ചെങ്കിലും അവൻ എന്താണ്? ഒരു കറുത്തവനായിരുന്നു. അവന്റെ ആ ഒരു കറുപ്പിന്റെ ഉറവിടം തേടി പോകുന്നതായിട്ട് ബന്ധപ്പെട്ട ഒരു നല്ലൊരു കഥയാണ് ഇറോണിമസ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ല, ഇറോണിമസ് എന്ന് പറയുന്ന ആ ബാലന്റെ പേരാണ്. കരിക്കോട്ടക്കരി എന്നാണ് ആ ബുക്കിന്റെ പേര്, വിനയ് തോമസിന്റെ. അടുത്തതാണ് പീലിപ്പോസ്, നമ്മുടെ വി ഷിനിലാൽ. പീലിപ്പോസ് എന്ന് പറയുന്ന അടി എന്ന് പറയുന്ന നോവലില്, അതേപോലെ ആരാണ്? വി ഷിനിലാലിന്റെ അടി എന്ന നോവലിലെ കഥാപാത്രമാണ് ആര്? പീലിപ്പോസ് എന്ന് പറയുന്നത്. അതേപോലെ ഉണ്ണിച്ചക്കൻ എന്ന് പറഞ്ഞാൽ അടിയാളപ്രേതം ആരുടേതായിരുന്നു? PF മാത്യൂസ്. ഈ ഉണ്ണിച്ചക്കൻ എന്ന് പറയുന്ന ഒരു SI ആണ്. ആ ഒരു SI ഒരു നാട്ടിൽ വന്നിട്ട് അവിടുത്തെ ഒരു അദ്ദേഹം കണ്ടെത്തുന്ന ഒരു കേസ്, ഒരു അന്വേഷണമായിട്ട് പോകുന്നതാണ് ഈ അടിയാളപ്രേതം എന്ന് പറയുന്ന ഒരു കൃതി എന്ന് പറയുന്നത്. PF മാത്യൂസിന്റേതാണ്. അടുത്തതാണ് വാവച്ചൻ ആരുടേതാണ്? അത് മീശ ആരുടെ ബുക്കാണ്? അത് മീശ നമുക്കറിയാം അല്ലെ, ആരുടേതാണ്? ഹരീഷിന്റെയാണ് മീശ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് C ആണ്. ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മുസരീസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെടാത്തത്? ചേരാമൻ ജുമാ മസ്ജിദ്, പാലിയം കോവിലകം, സഹോദരൻ അയ്യപ്പൻ ഭവൻ, സെന്റ് ഫ്രാൻസിസ് പള്ളി, ഫോർട്ട് കൊച്ചി. ആൻസർ സെന്റ് ഫ്രാൻസിസ് പള്ളി, ഫോർട്ട് കൊച്ചിയാണ്. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് സെന്റ് ഫ്രാൻസിസ് പള്ളി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വാസ്കോഡഗാമയെ അടക്കം ചെയ്ത് 1524 ഡിസംബർ 24 നമ്മുടെ വാസ്കോഡഗാമ മരിക്കുമ്പോൾ അദ്ദേഹത്തെ അടക്കം ചെയ്തതാണ് സെന്റ് ഫ്രാൻസിസ് പള്ളി എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ശവ അടക്കിയ ഒരു സ്ഥലം, ആ ഒരു ടോംബൊക്കെ ഉണ്ട്. പക്ഷെ അത് ഇപ്പോ പുള്ളിയുടെ നമുക്കറിയാം, ഭൗതിക ശരീരം 1539 ആയപ്പോഴേക്കും അത് പോർച്ചുഗലിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷെ അടക്കം ചെയ്ത സ്ഥലമൊക്കെ നല്ല ഭംഗിക്ക് അവരവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും കയറി നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ലായിരുന്നു. ഓക്കെ, അപ്പൊ സെന്റ് ഫ്രാൻസിസ് പള്ളി ഇപ്പൊ എന്തുമായി ബന്ധപ്പെട്ടതാണ്? നമ്മുടെ പോർച്ചുഗീസുകാരനായ വാസ്കോഡഗാമയെ അടക്കം ചെയ്ത പള്ളിയാണത്. ധ്യാൻചന്ദ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. മികച്ച ക്രിക്കറ്റർക്കുള്ള പുരസ്കാരമല്ല. ഗുസ്തിതാരമായ ധ്യാൻചന്ദ്, ഗുസ്തിതാരമാണോ? അല്ല. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നതായിരുന്നു ധ്യാൻചന്ദ്. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരെന്തായിരുന്നു? ഗോൾ. അപ്പൊ ഇതുമല്ല. മികച്ച കായിക പരിശീലകർക്ക് നൽകുന്ന പുരസ്കാരം, ഇതുമല്ല. അത് ആജീവനാന്തം നമുക്ക് എല്ലാ തരത്തിലുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു നൽകുന്നത്. KM ബീനാമോൾ, അഞ്ജു ബോബി ജോർജ്, PR ശ്രീജേഷ് തുടങ്ങിയ മലയാളികൾ ധ്യാൻചന്ദ് പുരസ്കാരം നേടിയിട്ടുണ്ട്. PR ശ്രീജേഷിന് ലഭിച്ചിട്ടുണ്ട്. ഇവരുടെ കാര്യത്തിൽ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അപ്പൊ എന്തായാലും ഇവിടെ എല്ലാം തെറ്റെന്നുള്ളതായിരുന്നു PSCയുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ SK പൊറ്റക്കാടിന്റെ രചനകൾ മാത്രം ഉൾപ്പെട്ടത്? SK പൊറ്റക്കാടിന്റെ രചനകൾ മാത്രമാണ്. ഇവിടെ നമുക്കറിയാം വിഷകന്യക എന്ന് പറയുന്നത് SK പൊറ്റക്കാടിന്റേതാണ്. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ A വിഷകന്യക, ചന്ദ്രകാന്തം, ബാലിദ്വീപ്, എന്റെ വഴിയമ്പലങ്ങൾ. ഇതെല്ലാം ആരുടേതാണ്? നമ്മുടെ SK പൊറ്റക്കാടിൻ്റെതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഋഷ്യശൃംഖനും അലക്സാണ്ടറും എന്ന നാടകം രചിച്ചത് ആരാണ്? ഋഷ്യശൃംഖനും അലക്സാണ്ടറും എന്ന നാടകം വൈലോപ്പള്ളി ശ്രീധരമേനോന്റേതാണ്. ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിൽ സുവർണ നേട്ടം കൈവരിക്കാൻ താണ്ടിയ ദൂരം എത്രയാണെന്ന് ചോദിച്ചാൽ അത് എത്രയായിരുന്നു? 87.58 മീറ്റർ ആയിരുന്നു. ഗബ്രിയൽ ഗാർസിയ മാർക്കേസിന്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ നോവലാണ് എന്തെന്ന് പറയുന്ന അൺടിൽ ആഗസ്റ്റ്. അൺടിൽ ആഗസ്റ്റ് എന്ന് പറഞ്ഞാലാണ് ഗബ്രിയൽ ഗാർസിയ മാർക്കേസ്. ചിലപ്പോൾ തിരിച്ചു ചോദിക്കാം, അൺടിൽ ഓഗസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം ആരുടേതാണെന്ന് ചോദിക്കാം. അപ്പൊ ആരുടേതാണ്? ഗബ്രിയൽ ഗാർസിയ മാർക്കേസ്. നന്മകൾ കേട്ടത് കണ്ട് അത് ചൊല്ലാൻ നാക്കിന് കഴിയട്ടെ, തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിന് കഴിയട്ടെ. ഈ വരികൾ രചിച്ച കവി ആരെന്നാ ചോദിച്ചിരിക്കുന്നത്. ആരാണത്? അത് ഓപ്ഷൻ എ അയ്യപ്പ പണിക്കരുടേതായിരുന്നു. രചയിതാക്കളെയും രചനകളെയും ചേരുമ്പടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. രാമപുരത്ത് വാര്യരുടേതായിരുന്നു എന്ത്? കുചേലവൃത്തം അല്ലെ? കുചേലവൃത്തം രാമപുരത്ത് വാര്യർ. അടുത്തത് കുഞ്ചൻ നമ്പ്യാരുടേതാണ് എന്ത്? ഘോഷയാത്ര. സുഭാഷ് ചന്ദ്രന്റേതായിരുന്നു പറുദീസ നഷ്ടം. കാളിദാസന്റേതാണ് ഋതുസംഹാരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഏത് വരും ആൻസർ? രാമപുരത്ത് ഒന്ന് സി വരുന്നത്, രണ്ടെണ്ണം ഉണ്ട്. നമുക്ക് ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. 2A 2D ആണ് അല്ലെ? 2D എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കരം. നോക്കിക്കേ, ഇതും ഇതേപോലെ തന്നെ കണക്ട് ചെയ്യാനായിട്ടായിരുന്നു വന്നത്. ഒന്നാമത്തെ ആരാണ്? ഇത് KR ടോണിയാണ്. KR ടോണിയാണ് ഒന്നാമത്തെ വരുന്നത്. അതേപോലെ രണ്ടാമത്തേത് ഇതാണ്, ഒരു വേള പഴക്കമേറിയാൽ ഈ നാറ്റവും നമുക്ക് സുഗന്ധമായി വരാം. അത് ആരുടെ ഇതാണ്? PP രാമചന്ദ്രന്റേതാണ്. മഴക്കാലമാണ് മറക്കേണ്ട കുഞ്ഞെ, മനസീർപ്പം മാറുന്ന മഹാരോഗമൊന്നും വരുത്തേണ്ട കുഞ്ഞെ. ഇതാരുടേതാണ്? അത് അൻവർ അലിയുടേതാണ്. അൻവർ അലി. അതേപോലെ സന്തോഷമായി ഗോപിയേട്ട, നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്ന അല്ലെ ഒരു വാക്കല്ലേ സന്തോഷമായി ഗോപിയേട്ട, സന്തോഷമായി. ഇത് ആരാണ് പറഞ്ഞത്? അത് OP സുരേഷിന്റേതാണ്. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 1 മൂന്നാമത്തത്. സോ ഓപ്ഷൻ D ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഊരാളുങ്കൽ ഐക്യനാണയ സംഘം ആരംഭിച്ചു. ശരിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി ആണോ? അല്ല. ആരാണ്? വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ടത്. വാഗ്ഭടാനന്ദൻ. അപ്പൊ ഇത് തെറ്റാണ്. അഭിനവ കേരളം എന്ന മുഖപത്രം തുടങ്ങി. ഇതും ശരിയാണ്. 1 3 ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. 1 3. ഏറ്റവും വലിയ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഈ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിന്റെ ഈ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ പേരിലുള്ള ആദ്യത്തെ വാഗ്ഭടാനന്ദ പുരസ്കാരം ലഭിച്ചത് ചോദിക്കാറുണ്ട്. അത് ആരാണ്? ആദ്യത്തെ വാഗ്ഭടാനന്ദ പുരസ്കാരം ആർക്കായിരുന്നു? അത് MTക്കായിരുന്നു. അതേപോലെ തന്നെ ഈ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഇന്ത്യയിലെ ആദ്യ സൈബർ പാർക്ക് വന്നത്, ഇവരുടെ കീഴിലുള്ള സൈബർ പാർക്ക് വന്നത് എവിടെയാണ്? നെല്ലിക്കോട്. നെല്ലിക്കോട് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ നെല്ലിക്കോടാണ് എന്ത് വന്നത്? UL സൈബർ എന്ന് പറയുന്ന സൈബർ പാർക്ക് വരുന്നത്. ഇത് നമ്മുടെ പ്രണവ് മുഖർജി ആയിരുന്നു ഇത് എന്ത് ചെയ്തത്? ഉദ്ഘാടനം ചെയ്തത്. 2016 പ്രണവ് മുഖർജി ആയിരുന്നു ഇത് ഉദ്ഘാടനം ചെയ്തത്. അതേപോലെ കറണ്ട് അഫെയർ ആണ് 2019 ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസിലെ അംഗത്വം ലഭിച്ചത്. എവിടെയാണ്? ഇന്റർനാഷണൽ കോർപ്പറേറ്റീവ് അലയൻസിൽ അംഗത്വം ലഭിച്ചതാണ് ആർക്ക്? ഈ ULCCSന്, അതായത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോർപ്പറേറ്റീവ് സൊസൈറ്റിക്ക്. ഓക്കെ, അതേപോലെ നമുക്ക് പഠിക്കേണ്ടതാണ് 2021 ആനുവൽ വേൾഡ് കോർപ്പറേറ്റ് മോണിറ്റർ റിപ്പോർട്ടിലെ 10ാമത്തെ എഡിഷൻ പ്രകാരം വ്യവസായ ഉപഭോക്തൃ സേവന മേഖലകളിൽ ഏറ്റവും ഉയർന്ന വിറ്റുവരവുള്ള 2ാമത്തെ സ്ഥാപനമായിട്ടും എന്ത് തിരഞ്ഞെടുത്തിട്ടുണ്ട്? ഈ ULCCS തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചെസ് കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലെഗ് ബൈ എന്ന് പറഞ്ഞാൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? അത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. കാസ്ലിംഗ് എന്താണ്? ചെസ്സുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ്. സ്റ്റെയിൽമേറ്റും അതേപോലെ ചെസ്സുമായി ബന്ധപ്പെട്ട വാക്കാണ്. പിഞ്ചിങ് എന്താണ്? പിഞ്ചിങ് ബേസ്ബോളുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് പിഞ്ചിങ് എന്ന് പറഞ്ഞാൽ. സോ ആൻസർ ഇവിടെ എന്ത് വരും? ലെഗ് ബൈയും അല്ല, കാസ്ലിംഗും സ്റ്റെയിൽമേറ്റും ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 2ഉം അതേപോലെ തന്നെ 4ഉമാണ്. സോ ഓപ്ഷൻ B ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ ചെസ്സുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കുറച്ച് വാക്കുകളുണ്ട്. എന്തൊക്കെയാണ്? പോൺ എന്ന് പറയുന്നത്, അതേപോലെ റൂക്ക്,
പിന്നെ നമുക്ക് ചെക്ക് മേറ്റ്, നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നതാണ് അല്ലെ, ചെക്ക് മേറ്റ്. അതേപോലെ ബിഷപ്പ്, ഇതെല്ലാം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ബിഷപ്പ്, ഇതെല്ലാം ചെസ്സുമായി ബന്ധപ്പെട്ട വാക്കുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാളിദാരിക യുദ്ധം പ്രമേയമാക്കിയ പ്രാചീന കലാരൂപമാണ് എന്തെന്ന് പറയുന്നത്? ഓപ്ഷൻ ബി, മുടിയേറ്റ്. നെക്സ്റ്റ് ആണ് നമ്മുടെ എറണാകുളം LD ആണ്. താഴെ തന്നിരിക്കുന്നതിൽ നാടൻ കലാരൂപം അല്ലാത്തത് ചോദിച്ചാൽ ആൻസർ തന്നിരിക്കുന്നത് മുടിയേറ്റാണ്, നാടൻ കലാരൂപം അല്ലാത്തത്. ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് ആര്? വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയത് അഭിനവ് ബിന്ദ്രയായിരുന്നു ഷൂട്ടിങ്ങില്. നന്ദനാർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നതാണ് ആര്? നന്ദനാർ എന്നറിയപ്പെടുന്നത് PC ഗോപാലനെയാണ് നന്ദനാർ എന്നറിയപ്പെടുന്നത്. തന്നതില്ല പരൻ ഉള്ളു കാട്ടുവാൻ ഒന്നുമേ നരൻ ഉപായം ഈശ്വരൻ, ഇന്നു ഭാഷ ഇത് അപൂർണമിങ്ങഹോ വന്നു പോവും പിഴയും അർത്ഥശങ്കയാൽ, ഈ വരികളുടെ കർത്താവ്, കൃതി എന്നിവ സംബന്ധിച്ച് താഴെ പറയുന്നവരിൽ നിന്നും ശരിയായത് ഏതാണ്? കുമാരനാശാന്റെ നളിനി. അതായത് നമുക്കിപ്പോ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് അവർ ടഫാക്കി എടുക്കുന്നത്, അതായത് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ട്, അതായത് മാർക്ക് കളയാനായിട്ട് നമുക്ക് സ്കിപ്പ് അടിക്കാൻ പറ്റുന്ന ഈ ഒരു ടോപ്പിക് ആയിരിക്കും. കാര്യം എന്താണ്? ഈ വരികളും ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നമുക്ക് കോമൺ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടാകും. പക്ഷെ ഇങ്ങനത്തെ വരികളൊക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അപ്പൊ അത് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? നൈസായിട്ട് അങ്ങ് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നെഗറ്റീവ് അടിച്ച് വെക്കരുത്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായ വർഷം ചോദിച്ചാൽ ഏതാണ്? 1998 ആണ്. മലയാള സാഹിത്യത്തിലെ ഇതായിരുന്നു 134/2024, അതായത് ഇന്നലെ നടന്ന LDC എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. മലയാള സാഹിത്യത്തിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എഴുത്തുകാരെ ലഭിച്ച കാലം അനുസരിച്ച് ക്രമപ്പെടുത്താം. ഇത് കാലം ഒന്നും അറിഞ്ഞില്ലെങ്കിൽ നമുക്കറിയാം G ശങ്കരക്കുറുപ്പിനാണ് ആദ്യമായിട്ട് ജ്ഞാനപീഠം കിട്ടിയെന്നറിയാം. ഇവിടെ നോക്കിക്കേ, G ശങ്കരക്കുറുപ്പ് എല്ലായിടത്തും ഇടയിലും അവസാനമൊക്കെയാണ് പോയി കിടക്കുന്നത്. ഒറ്റ ഇതിൽ മാത്രമേ G ശങ്കരക്കുറുപ്പ് ആദ്യം വന്നിട്ടുള്ളൂ. അപ്പോൾ ഒബ്വിയസ്ലി ആൻസർ എന്തായിരിക്കും? സി. ഇപ്പൊ ഇതിൽ തന്നെ എല്ലാത്തിലും G ശങ്കരക്കുറുപ്പിന് ആദ്യം തന്നിട്ട് ബാക്കിയുള്ളവരെ തിരിച്ചും മറിച്ചൊക്കെ തന്നതിന് നമുക്ക് ഡൗട്ട് ആയേനെ. പക്ഷെ ഇവിടെ ഒരു ഡൗട്ടും വരാനില്ല. ആൻസർ ഓപ്ഷൻ സി ആണ്. യൂറോപ്യൻ ഓപ്പറയോട് സാദൃശ്യമുള്ള കേരളീയ കലാരൂപമാണ് എന്തെന്ന് പറയുന്നത്? ഓപ്ഷൻ എ, ചവിട്ട് നാടകം. അല്ലെ, പോർച്ചുഗീസുകാർ നമുക്ക് സംഭാവന ചെയ്തതാണ് ചവിട്ട് നാടകം. കഥകളിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ. ജനകീയ കലയാണ്, അല്ല. ഒരു ദൃശ്യകലയാണ്, ശരിയാണ്. പ്രധാന വാദ്യോപകരണം മിഴാവാണ്, തെറ്റാണ്. നമ്മൾ പറഞ്ഞു കൂത്തും കൂടിയാട്ടത്തിനൊക്കെയാണ് പ്രധാനമായിട്ടും മിഴാവ് ഉപയോഗിക്കുന്നത്. പച്ച, കരി, കത്തി, താടി എന്നിവ വിവിധ വേഷവിധാനങ്ങളാണ്, ഇതും ശരിയാണ്. സോ ഓപ്ഷൻ വരുന്നത് ബി ആണ്. 2ഉം 4ഉമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ സർക്കസ് പരിശീലന കേന്ദ്രമാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ സർക്കസ് പരിശീലന കേന്ദ്രമാണ് ഇവിടെ തലശ്ശേരിയിലാണ്. നെക്സ്റ്റ് നോക്കിക്കേ, താഴെ പറയുന്നവരിൽ സാഹിത്യകാരന്മാരുടെ തൂലികാനാമങ്ങൾ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആശാ മേനോൻ എന്ന് പറഞ്ഞാൽ K ശ്രീകുമാറാണ്. ആനന്ദ് ആരാണ്? ആനന്ദ് P സച്ചിദാനന്ദനാണ്. അപ്പൊ ഇത് തെറ്റാണ് അല്ലെ. ഒളപ്പം മണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ്. വിലാസിനി P സച്ചിദാനന്ദനല്ല. അപ്പൊ അതും തെറ്റാണ്. സോ ആൻസർ വരുന്നത് 1ഉം 3ഉം. ഓപ്ഷൻ എ 1ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരമാണ് ഏത്? നമ്മുടെ കോഴിക്കോട്. കോഴിക്കോടാണ് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ചാമ്പ്യൻ ആണ് ആര്? ഇഗ സിയാടെക് ആണ് 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ചാമ്പ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ കായികം സാഹിത്യം എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്